ഗൈസ്, ഇന്ന് നമുക്കൊരു ഷെയ്ഡിങ് ആയാലോ. ഞാനിത് അതിനായിട്ടൊരു പെൻസിൽ ഇതുപോലെ ചെരിച്ച് പിടിച്ചുകൊണ്ട് ഷെയ്ഡിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈക്വലായിട്ടുള്ള ഷെയ്ഡിങ്സ് വേണം കേട്ടോ ഇടാൻ. ഇനി ഞാനിത് അതിൻ്റെ തല കീഴായിട്ട് പിടിച്ച് അതിൻ്റെ നെക്സ്റ്റ് സൈഡിലും, നെക്സ്റ്റ് അല്ല ഇപ്പുറത്തെ സൈഡിലും വര വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരയല്ല, ഷെയ്ഡിങ് ആണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും പറയുമ്പോൾ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. ഓക്കെ, ഇനി അതിനെ വീണ്ടും തല കീഴായിട്ട് മറിച്ചു ഓരോ ജംഗ്ഷൻസിലും ഇതുപോലെ വര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിനല്ല ഒന്നുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാം, കമൻറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ ലീവ്സ് വരച്ചു കൊടുക്കുകയാണ്. ലീവ്സും ഞാൻ ഷെയ്ഡിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരൊറ്റയടിക്ക് 3 സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ? മറ്റേത് നമ്മൾ ലീവ്സ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ വരയ്ക്കണം, അതിന് പിന്നെ ലീവ്സിനൊരു ബോർഡർ വരയ്ക്കണം, അതിൻ്റെ ഉള്ളിൽ ലൈൻസ് വരയ്ക്കണം, പിന്നെ ഷെയ്ഡിങ് ചെയ്യണം. അതൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്കൊരു കിളിയും കൂടെ വരയ്ക്കാം. കിളിയും കണ്ടില്ലേ എന്തൊരു എളുപ്പത്തിലാണ് ഷെയ്ഡിങ്ങിലൂടെ വരച്ചതെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ വരച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും വരച്ച് നോക്കണം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ. പിന്നെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കൂടിയാണ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേ സെയിം സാധനം ഞാനിത് അടുത്ത വഴിയിലും കൂടി വരച്ച് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ കർവ് ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ബാംബൂ സ്റ്റിക്സാണ് കേട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുളങ്കാട് തന്നെ വരയ്ക്കാം. കണ്ടില്ലേ? ആ കർവ് ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഷെയ്ഡിങ് വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻസിൽ മാത്രം മുട്ടിച്ചുകൊണ്ട് സാവധാനം വരച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ വരയ്ക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ അത് ചെറുതായിട്ടങ്ങ് സ്ലിം ആയി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചിട്ട് വീതി കൂട്ടിയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടി ഭംഗിയാവും കേട്ടോ. ഇനിയിപ്പോൾ വീതി കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ, നമുക്കതങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി. നമ്മളാരും പ്രോ ഡ്രോയേഴ്സ് ഒന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ എത്ര പ്രോ ആൾക്കാരാണെങ്കിൽ കൂടെ ചെറിയ തെറ്റൊക്കെ ഡ്രോയിങ് ചെയ്യുമ്പോൾ പറ്റും. അതിനാണല്ലോ നമുക്ക് റബ്ബർ ഉള്ളത്. ഓക്കെ, ഇതിനും ഇതുപോലെ ലീവ്സ് അല്ല, നമ്മൾ മുളയുടെ ഓലകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഷെയ്ഡിങ്ങിൽ എന്തൊരു എളുപ്പമാണെന്നുള്ളത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ പെൻസിൽസ് ഉണ്ടെങ്കിൽ, തിക്കായിട്ടുള്ള കളർ പെൻസിൽസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്യാം കേട്ടോ. നല്ല ലൈറ്റ് ഗ്രീനിഷൊക്കെ ആയിട്ടുള്ള കളർ പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഏത് ചിത്രമാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യും കൂടെ വേണം. താങ്ക്